അച്ഛനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. ഞാൻ വന്നിട്ട് വേണം അമ്മയ്ക്ക് ഫ്രഷ് ആകാൻ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാനിനി പോന്നു. അച്ഛന് ഡയബറ്റിക്കാണ്, ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. ഞാനെന്നും ഒരു ഇല്ലാ കുഞ്ഞോഞ്ഞിയല്ലേ, അതുകൊണ്ട് വെളിയിലോട്ടിറങ്ങുമ്പം കുറ്റി ഒരു ഇരട്ടല്ലോ. ഉറക്കത്തിൽ എണീറ്റ് ഉടനെ തന്നെ ഞാൻ പോയി, കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റൂ. അയ്യോ എവിടാ ഇത്? സിസ്റ്റർ എൻ്റെ അച്ഛനെ ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. അല്ലല്ല, എനിക്ക് അച്ഛനെ എവിടെ കിടക്കുന്നതെന്നല്ല അറിയേണ്ടത്. എനിക്കറിയേണ്ടത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് അറിയേണ്ടത്. എന്നിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണം. അഥവാ അച്ഛനെങ്ങാനും സീരിയസ് ആയി തട്ടിപ്പോയി ഇനി 16-നല്ലേ പിന്നെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് എനിക്ക് മാക്സിമം കഴിക്കണം. എനിക്കൊക്കെ എന്താ അച്ഛൻ, ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് സ്വത്തൊക്കെ എൻ്റെ പേരിൽ എഴുതി കിട്ടിയാൽ മതി. അച്ഛനൊന്നും വലിയ കാര്യമൊന്നുമല്ല. അച്ഛന് ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. സോ 3 നേരവും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഒടുവിൽ റൂമിലെത്തി. അച്ഛൻ അവിടെ എങ്ങാണ്ട് കുറേ 56 വയർ കണക്ഷനും കൊടുത്ത് അണ്ണാക്കി കുറേ ട്യൂബ് ഇട്ട് കുറേ ട്രിപ്പെല്ലാം ഇട്ട് അവിടെ സുഖമായിട്ട് അവിടെ കിടപ്പുണ്ട്. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അച്ഛന് ഭയങ്കര ഡയബറ്റിക് ഒക്കെ ആയതുകൊണ്ട് ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല. ആ ഫുഡ് കൂടെ അപ്പോൾ എനിക്ക് കഴിക്കാം. അച്ഛന് ചപ്പാത്തി മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതെവിടെയായാലും ചപ്പാത്തിയൊക്കെ തിന്നട്ടെ. ചപ്പാത്തി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് സാൻഡ്വിച്ച്. ഉടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി. ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത്. സ്വന്തം തന്ത തൊലഞ്ഞാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ പെരുന്തീറ്റ എങ്ങനെയും നടത്തിയാൽ മതിയേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവാൻ. ഹോസ്പിറ്റലിൽ 2-3 ദിവസം അഡ്മിറ്റ് ആവാൻ കാരണം തന്നെ ഒബ്സർവേഷന് വേണ്ടിയായിരുന്നു. ഒരു മേജർ സ്ട്രോക്കും ഒരു 3-4 അറ്റാക്കും ഒരു 5-6 കാർഡിയാക് അറസ്റ്റും ഒരു 10-20 ബൈപ്പാസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 3-4 മാസം ഇവിടെ തങ്ങി ഇവിടുത്തെ ഫുഡ് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വ്ളോഗ് ചെയ്ത് തകർക്കായിരുന്നു. ഓർത്തിട്ട് തന്നെ കൊതിയാവുന്നു. ഇത് 2-3 ദിവസം കൊണ്ട് എന്നാ ഉണ്ടാക്കാനാ? ആ മെനു ഒന്ന് കാണാൻ പോലുള്ള നേരമില്ലെന്നേ. ഒരു യൂട്യൂബറുടെ മനോവ്യത റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പറ്റിയ അവസരമായിരുന്നു. സ്ട്രോക്ക് വന്നോ? അച്ഛൻ സ്ട്രോക്ക് വന്നോ? അറ്റാക്ക് വന്നോ? അച്ഛന് സീരിയസ് ആയോ? ഇല്ലേ. ഏതായാലും എൻ്റെ ഉറക്കം പോയി. സമയം എത്ര നോക്കട്ടെ. രാത്രി 2 മണി. ബിരിയാണി പോരട്ടെ. 2 മണി 3 മണി ആയപ്പോൾ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. അച്ഛനും എൻ്റെ കഴിച്ചു. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഡോക്ടേഴ്സ് കുറെ പ്രാവശ്യം റൗണ്ട്സ് നടത്തി. കൈ ഒന്നും കൂടി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി അച്ഛന്റെ ഫുഡ് വന്നപ്പോൾ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു. അച്ഛാ ഞാൻ ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അച്ഛന് വേണ്ടല്ലോ അല്ലേ? ഷുഗർ അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സും ഞാൻ തന്നെ തട്ടാൻ പോവാ. അച്ഛന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടാ, കാരണം ഡയബറ്റീസ് ഉണ്ട്. സാധനം പോകുന്ന മുന്നേ ഇതായിരുന്നു എൻ്റെ കോലം. അച്ഛാ ആക്ച്വലി ലീഗലി ചുണ്ടലി നച്ചലി. അച്ഛാ ഞാനെന്നാ പോയിട്ടെ ഇപ്പം കയറ്റിയതെല്ലാം കൂടെ ഇറക്കി വെച്ച് വരാം. അപ്പം അടുത്ത അച്ഛൻ്റെ അറ്റാക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. ബൈ.